1 2 3 2 4 6 7 ചീലാവാണ്. അപ്പോൾ ഇതാ കറി വയ്ക്കാൻ മസാല പിടിക്കാൻ പാടാണ്. നമുക്ക് അങ്ങ് തവ അടിക്കാം. തവ അടിച്ചാൽ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ തവ അടിക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, തദ്ദേവസിൻ്റെ വലയിൽ നിന്ന് കിട്ടിയ ഉളാവാണ്. ഇതിനെ ചിലർ ചീലാവും തെറ്റി പറയാറുണ്ട്. ഇത് ഏതാണ്ട് ഒരാൾ വലിപ്പത്തിൽ പോലും ഈ മീൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇവനെ കുട്ടപ്പനാക്കി. ഇതിൻ്റെ ചെതമ്പൽ ചെറിയ ചെതമ്പലാണ്, ക്ലീൻ ചെയ്യാനുള്ള എളുപ്പമാണ്. ശ്രദ്ധിക്കുക, ഈ മീൻ എന്താ പറയുക, നമുക്ക് സാൻഡ്വിച്ച്, ബർഗർ, രക്തമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും, ഇപ്പോൾ ചിക്കൻ നഗറ്റ്സ് പോലെ ഫിഷിൻ്റെ നഗറ്റ്സ്, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലാമ്പെല്ലാം ഒന്ന് കളയാം. അപ്പോൾ നല്ല എല്ലാം ഒന്ന് വൃത്തിയായി. നമുക്ക് വെള്ളം 4-5ഓളം വെള്ളം കളഞ്ഞു, വൃത്തിയാക്കി എടുത്തു. നമുക്ക് ഇപ്പോൾ ഈ 7 എണ്ണത്തിൽ ഓരോന്നോരോന്നെടുത്ത് നമുക്ക് വരഞ്ഞെടുക്കാം. വരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് മസാല കയറത്തുള്ളൂ. കാരണം അറിയുമല്ലോ ഈ മീനിനെ കുറിച്ച്, ഒന്നത് തൊലി കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെടുത്ത് വരയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്പിളിൻ്റെ വിനീഗറാണ്. ആപ്പിൾ സൈ വിനീഗർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഗുണങ്ങളാണ്, മെഡിക്കേറ്റഡ് ആണ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളക്, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ബട്ടർ, പിന്നെ മറക്കണ്ട 2 നാരങ്ങ കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യമായി ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ശകലം സോയാ സോസ്, വിനീഗർ. നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഉപ്പിട്ടു. അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നമ്മുടെ മസാല കൂട്ട് റെഡിയായിട്ടുണ്ട്. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് ഇനി മീനിലോട്ട് മസാല ചേർക്കാം. നമ്മൾ മീനിലോട്ട് മസാല ചേർക്കാൻ പോവാണ്. ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ മസാല അകത്ത് കയറണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ തവ ഫ്രൈ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ കൂട്ടിയ മസാല കറക്റ്റായിരുന്നു. മീനിന് കറക്റ്റായി കഴിഞ്ഞു. ഇതാ കണ്ടല്ലോ. മസാല കൂട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 2-3 മിനിറ്റ് അതൊന്നും ഇരിക്കണം, അതിലോട്ടൊന്ന് ചെറുതായിട്ട് പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ ഉടനെ ആ സമയത്ത് നമ്മുടെ തവയുടെ കല്ല് റെഡിയാവും. നമ്മൾ ആ തവയുടെ കല്ലിൽ വെച്ച് ഇവനെ ചുട്ടിങ് എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ തവ വയ്ക്കാൻ പോവാണ് കേട്ടോ. തവ വെച്ചു. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നല്ല ചൂടായിട്ട് വരുന്നു. മീൻ വയ്ക്കാം അല്ലേ? നമ്മൾ ഓരോന്നായിട്ട് വയ്ക്കാൻ പോവാം കേട്ടോ. ആദ്യം 3 എണ്ണം ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മുകളിൽ വേവ് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് മോൾ ഭാഗം കൂടി കുറച്ചുകൂടി വെന്തിരിക്കുന്ന നല്ലതല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇവനെ അടയ്ക്കാൻ പോവാം കേട്ടോ. നമുക്കേ ഇവനൊന്ന് പൊക്കി നോക്കാം. മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവനെ ഒന്ന് മറിച്ചിടാം. നമ്മുടെ ഈ ടൂൾസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
ഒരു പരുവായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. എന്നാലും നമ്മളിതിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് നാരങ്ങ. നമ്മൾ ആ സാധനം കണ്ടല്ലോ, ഇതായി. നമുക്കിതിനെ കുറച്ച് ബട്ടർ പുരട്ടി നമുക്കങ്ങ് കൊടുക്കാം. ബട്ടർ മാത്രം ശകലം പുരട്ടയാണ്. ഇന്ന് ഫോട്ടോഷൂട്ടിനായി ശംഖുമുഖത്ത് ചെയ്ത 2 സഹോദരങ്ങളെ ഞാൻ കണ്ടായിരുന്നു. നേരത്തെ കൂടെ അവർ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് അവരെയാണ് വിളിക്കാൻ പോകുന്നത്. നീമാരൊന്ന് വന്നേ, നമുക്കൊന്ന് ഇത് ചെയ്യാം. അവർ ഒത്തിരി നേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അവ ശ്രദ്ധിച്ചു അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. മോനെ ഒന്ന് പിടിച്ചേ, നമുക്ക് അവർക്ക് കൊടുക്കാം. ഫോട്ടോഷൂട്ടൊക്കെ കണ്ടായിരുന്നു, കൊള്ളാം കേട്ടോ. എന്താ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയാണോ? ചാനലിലോട്ട്, യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയൊക്കെ അവരോട് കഷ്ടപ്പെടുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ മീൻ കഴിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. മാറി നിന്ന് കഴിച്ചോളൂ, ഞാൻ അടുത്ത വിളിച്ച് വിളിക്കാം അല്ലേ. ആ ചേച്ചി വാ വാ വാ, ഓടി ഓടി ഓടിയാ, വാ വാ ഓടി ഓടിയാ. നമ്മുടെ നാടുകാർ തന്നെ വേണം. ആ ചേച്ചി പ്ലേറ്റ് എടുത്താണ്, പ്ലേറ്റ് അവിടെ പ്ലേറ്റ് എടുക്കുക ചേച്ചി. അടുത്തതായി അങ്കിളിനോട് കൊടുക്കുകയാണ്. വേണ്ടോ, മറക്കണ്ട ബട്ടർ ചേർത്ത്. ഇനി അടുത്തത് 4 എണ്ണം കൂടിയുണ്ട്, ഓർമ്മ വേണം. ഇതാ അടുത്തത് ഇടാൻ പോവാ കേട്ടോ. എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നാ? എന്തെങ്കിലും ചേച്ചി എരി കുറവുണ്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടോ, എരി കുറവുണ്ട്. ഈ മീൻ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ മീന് ശീലാവായതുകൊണ്ട് ചേച്ചി. ശ്രദ്ധിക്കണം, എണ്ണ ശകലം. സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്തുള്ള ആൾ തന്നെയാണ്. എന്ന് വന്ന് കണ്ടിട്ട് കയറി വന്നതാണ്. എങ്ങനെയുണ്ട് അത് പരിപാടി? ഇതെങ്ങനെയുണ്ട്? ഉഗ്രായിരിക്കുന്നു. നല്ല പരുവായി വരുമ്പം ഇതേപോലെ നമുക്ക് പല ഐറ്റങ്ങളും നമുക്ക് ചെയ്യാം. തവയടിക്കാം. തവയടിച്ച് കഴിഞ്ഞാൽ മറക്കണ്ട, അവസാനം ശകലം ബട്ടർ തേച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം. വീട്ടിലുള്ള ദോശക്കല്ലില്ലേ, ദോശക്കല്ല് മാത്രം മതി. ആ ദോശക്കല്ലെടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. കാരണം എണ്ണ കുറച്ചാണ് നിങ്ങൾക്ക് ആവശ്യം, അങ്ങനെ ഉപയോഗിക്കാം. എണ്ണ ഇല്ലാതെയും നമുക്കിത് ചുട്ടെടുക്കാം. പക്ഷേ നമുക്ക് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളതിന് എണ്ണ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളെടുക്കുന്നത്. നമ്മുടെ കടപ്പുറം പണിക്കാരൻ ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളിയും കഴിക്കണം എന്നുള്ള പറഞ്ഞാണ് വന്നിരിക്കുന്നത്. കഴിച്ചിട്ട് പോയിരുന്ന ഒരു മീൻ കഴിച്ചിട്ട് പോവാം കേട്ടാ. ഒരു മീൻ കഴിച്ചിട്ട് പോവാം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാനുണ്ട്. വലുതോ ചെറുതോ ഏത് മീനാകട്ടെ, ഞങ്ങൾ എന്താണോ കടപ്പുറത്ത് നിന്ന് കിട്ടുന്നത് അതുമാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി ഇന്നത് കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്യാറില്ല. മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അതെന്ത് മീനാവട്ടെ ഞങ്ങളതിൽ റെസിപ്പികൾ ഉണ്ടാക്കും. ഇനിയും ഒരുപാടുണ്ട്. കടലിൻ്റെ ഒരുപാട് ഐറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കാത്തിരിക്കണം. ഇത് കടലിൻ്റെ മാത്രം വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ശീലാവ് എന്ന് പറയുന്ന മീനും ഊളാവ് എന്ന് പറയുന്ന ഈ മീനും
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നല്ല കൂട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വിനീഗർ അത്യാവശ്യമാണ്. ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ മറക്കണ്ട, അതും കുരുമുളകും മഞ്ഞൾപ്പൊടിയുമായിട്ടും പറയണ്ട. ഒരു ജാതി ടേസ്റ്റാണ്. മീൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ, മീൻ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ മുള്ളില്ല, നല്ല ചതയാണ്, പിന്നെ പ്രത്യേകിച്ച് ബ്ലഡിൻ്റെ അംശം കുറവായതുകൊണ്ട് കുറച്ച് ഗുണം ചെയ്യും. ശ്രദ്ധിക്കുക, ലൈം പിഴിഞ്ഞ് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ അടുത്ത സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ മുകളിൽ ഒന്ന് ബട്ടർ, വലിച്ചുവാരി ബട്ടറൊന്നും ചേർക്കണ്ട, ആ ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ബട്ടർ. നമ്മുടെ 3 എണ്ണം പോയി കഴിച്ചാലും വിട്ടു. നമുക്കിനി 4 എണ്ണം ഉണ്ട്. നമ്മുടെ മത്സ്യത്തിലുള്ള സുഹൃത്തുക്കൾ അവിടെ നിൽപ്പുണ്ട്. നമുക്കിത് കഴിഞ്ഞ ഉടനെ അവർക്കും കൊടുക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പ്ലേറ്റിലോട്ട് മാറ്റി നമ്മൾ ആദ്യം കൊടുക്കാൻ പോവുകയാണ്. ഇത് കൊടുക്കാൻ പോവുകയാണ്, നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. കഴിച്ചു തോന്നിയിട്ടുണ്ടെന്ന് നമ്മുടെ ഊളാവാണ് കേട്ടോ. നിങ്ങൾ ഊളാവാണ്, കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഒരു ചുട്ടെടുത്തതാണ്, തവയിലിൽ വെച്ചിട്ട് ചുട്ടെടുത്തതാണ്. കളിയല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട്? കളി പറയുന്നേ എങ്ങനെയാ ഇത് ഉള്ളല്ലേ? ഒന്നും വേണ്ട, മീൻ മാത്രം മതി കഴിക്കാം. നല്ല പച്ച മീനാണ്. എണ്ണയും കുറവ് ആകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ഇത് എണ്ണയിൽ ഒരുപാട് ഇത് ചെയ്യണ്ട. നമുക്ക് നല്ല രീതിയിലാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് തരും. ഇന്നത്തെ ഐറ്റം തീർന്നിരിക്കുകയാണ്. ഇനിയൊരു പുതിയ ഐറ്റവുമായി നിങ്ങളെ കാണാൻ കടലിൻ്റെ മകൻ ഞാൻ വരും. അജിത് ശംഖുമുഖം. ബായ്.